ഇന്ന് ഞാനൊരു വെള്ളയപ്പമാണ് ചെയ്യാൻ പോകുന്നത്. മിക്കവരും പറഞ്ഞേക്കാം അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല, അത് പുളിക്കണില്ല, കല്ലുപോലെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കണേ അതേ രീതിയിൽ വെള്ളയപ്പം ഉണ്ടാക്കിയാൽ നല്ല പൂ പോലെ നല്ല പഞ്ഞി പോലത്തെ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് 4 കപ്പ് അരി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതൊരു 4 പ്രാവശ്യം ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കാം. ഇത് നിലക്കെ വെള്ളം ഒഴിച്ചാണ് നമ്മളിത് ഇട്ടേക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഈ അരി കുതിർത്ത വെള്ളം നമുക്ക് കളയണ്ട, അതൊഴിച്ച് തന്നെ അങ്ങ് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു പത പോലെ ഇങ്ങനെ അരയ്ക്കുമ്പോൾ പൊങ്ങി വരും, അതാണ് അതിൻ്റെ പാകം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണം, കുറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 1/2 കപ്പ് മാവാണ് എടുത്തേക്കണേ. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കുറുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് കുറുക്കിയെടുക്കാം. ഇത്രയും വെള്ളം മതി. ഇത് അവിടെ മാറ്റി വയ്ക്കാം. കുറുക്കണത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാതെ. ഇത് 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്, ഇതും അങ്ങ് ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും മാവും കൂടിയും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നല്ല കൊമള പോലെയൊക്കെ വന്നേക്കണുണ്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ഇതേ അളവിൽ തന്നെ അരച്ചെടുക്കാം. നമ്മളിത് അരയ്ക്കുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ കൊമള പോലെ വന്നെങ്കിലാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം അരച്ചെടുത്തേക്കണാണ്. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഞാൻ ആദ്യം കാണിച്ച അതേ അളവിൽ ഇതിലേക്ക് ഇടണം. ഇത് ആദ്യം മാറ്റി വെച്ച മാവാണ്. ഇത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് നമുക്ക് കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം വറ്റിയെന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്നേരം അങ്ങനെയാണെങ്കിൽ മിക്സിയിലൊന്നങ്ങ് അടിച്ച് ചേർത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് കുറുകി വന്നു തുടങ്ങി. ഇത് മതി, ഈ പാകത്തിന് വാങ്ങി വയ്ക്കാം. ഇതിപ്പോൾ കട്ടയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിക്കണില്ല. മറ്റേ കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് അടിച്ചിട്ട് മാവിൽ ചേർക്കണം. ഇത് ചൂടാറിയ ശേഷം കേട്ടോ ചേർക്കേണ്ടത്. നമ്മൾ കുറുക്കി വെച്ചേക്കണത് ചൂടാറിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ച് ഈ മാവിൻ്റെ കൂടെ തന്നെ ഇത് ചൂടാറി കഴിയുമ്പോൾ മാവിൻ്റെ കൂടെ ഇട്ടിട്ട് അടിച്ച് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയായിക്കോളും. ഇനി ഒരു 3-4 മണിക്കൂർ വരെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്കും നല്ലോണം പുളിച്ച് വന്നോളും. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം.
ഇനി ഇതൊരു പാത്രം വെച്ച് മൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിറച്ച് തുളയൊക്കെ ആയിട്ട് വന്നേക്കണുണ്ടോ, നല്ല സൂപ്പർ അപ്പമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് കൂടി ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.